ആദ്യ ദ്രാവിഡ ഭാഷയായ മാവിലത്തുളു ഭാഷയിൽ സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങി കാസർഗോഡ് ചലച്ചിത്ര പ്രവർത്തകർ. ലിപി പോലും ലഭ്യമല്ലാത്ത ഈ ഭാഷയിൽ നിന്ന് ആദ്യമായാണ് ഒരു സിനിമ വരുന്നത്. ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രം 3 തലമുറകളുടെ കഥയാണ് പറയുന്നത്. ജനകീയ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളെല്ലാം പാണന്തോട് പ്രദേശത്തെ മാവില സമുദായ അംഗങ്ങളാണ്. പാരമ്പര്യമായി കൈമാറി വന്ന ഭൂമി ജന്മിമാരും സംഘവും തട്ടിയെടുക്കുന്നതും അതേ തുടർന്നുള്ള സംഘർഷങ്ങളുമാണ് കല്ലളൻ സിനിമയുടെ ഇതിവൃത്തം. 2 വർഷത്തോളം കാലത്തെ പ്രയത്നത്തിനൊടുവിലാണ് സിനിമ യാഥാർത്ഥ്യമാവുന്നത്. ഇങ്ങനെ ഒരു ഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ പലരിലും ഈ ഭാഷ കേൾക്കുന്നുണ്ട്, പക്ഷെ ആ ഭാഷ ഇന്ന് സംസാരിക്കുന്നവരില്ല. ഈ ഭാഷക്ക് അതിൻ്റെ പ്രാധാന്യത്തോടെ കലാന്നിലൊരു മാധ്യമം ഉപയോഗിച്ചിട്ട് എല്ലാ പ്രാധാന്യത്തോടു കൂടി അതിനെ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിൽ ഇറങ്ങിത്തിരിച്ചത്. ആക്ഷൻ. മാവില സമുദായത്തിന്റെ സവിശേഷങ്ങളായ തെയ്യങ്ങളെക്കുറിച്ചും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. സമാന്തര ചലച്ചിത്ര പ്രവർത്തകർക്ക് മുന്നിൽ കൂടുതൽ സാധ്യതകൾ ഈ ചിത്രം തുറന്നു വെക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. തെയ്യം പോലുള്ള കലാരൂപങ്ങളെ അതുപോലെ നിലനിർത്താനും ഭാഷയെ നിലനിർത്താനും ഈ ജാതീയത എന്തായിരുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു ചിത്രം കൊടുക്കാനും ഈ സിനിമ മുമ്പോട്ട് വരുന്നുണ്ട്. അതിന് സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത്. 1 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. 6 മാസത്തിനുള്ളിൽ തന്നെ കല്ലളന്റെ ജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് പിന്നണി പ്രവർത്തകരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. വിവരങ്ങളുമായി സാരംഗ് സുരേഷ് തത്സമയം നമുക്കിപ്പോൾ ചേർന്നുണ്ട്. സാരംഗ്, അങ്ങനെ ഒരു ലിപിയില്ലാത്ത ഭാഷയിലെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ സബ് ടൈറ്റിൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും സിനിമ ദൃശ്യ ഭാഷയാണ്, കണ്ടു മനസ്സിലാക്കാൻ എന്തായാലും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ കൗതുകത്തോടെയാണ് കാത്തിരിക്കുന്നത് ഈ സിനിമ ഇറങ്ങാൻ. തികച്ചും സാധാരണക്കാരുടെ സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു കല്ലളൻ എന്ന സിനിമയെക്കുറിച്ച്. കാരണം തിരക്കഥാകൃത്താവട്ടെ, കഥാകൃത്താവട്ടെ, ക്യാമറാമാൻ ആവട്ടെ, മറ്റ് പിന്നണി പ്രവർത്തകരെല്ലാവരും ആവട്ടെ, അഭിനേതാക്കളാവട്ടെ, എല്ലാ ആളുകളും ഈ സിനിമയെ ബന്ധപ്പെട്ട് പോകുന്ന എല്ലാ ആളുകളും ഈ സാധാരണക്കാരാണ്. അമ്പലത്തറ, അതുപോലെ തന്നെ ആനക്കല്ല്, പെരിയ, പുല്ലൂർ പ്രദേശങ്ങളിലെ ആളുകളാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായിട്ട് ഈ ഒരു പുതിയ കാലത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ്. കാരണം പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ചിത്രത്തിൻ്റെ കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒട്ടനേകം അനുഭവങ്ങൾ, ഓരോ മുഹൂർത്തങ്ങൾ കൃത്യമായി ഈ തിരക്കഥയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതാണ് പിന്നീട് ഈ ഒരു സിനിമ എന്നുള്ള ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവികർക്കുണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില വിവേചനങ്ങളും ഏറെ മോശം അനുഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചലച്ചിത്രത്തിൻ്റെ ആ ഒരു തിരക്കഥ, സമ്പുഷ്ടമായിട്ടുള്ള തിരക്കഥ ഉണ്ടായതെന്ന് തന്നെ നമുക്ക് പറയാം. 3 തലമുറകളിലൂടെ പോകുന്ന കഥയാണിത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഒട്ടേറെ ആളുകൾക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഏറെ സന്തോഷത്തിലാണ്. മാത്രമല്ല എന്താ പറയുക, ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് തന്നെയാണ് അവരിതിനെക്കുറിച്ച് പറയുന്നത്. കാരണം സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലക്ഷറി ലൈഫാണ്, ഏറെ ഗ്ലാമറസ് ആയിട്ടുള്ള സെറ്റുകൾ. നമ്മൾ ആ ചലച്ചിത്രത്തിന്റെ ശരിയാണ്, അതൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. കാരണം സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ഇത്തരത്തിലൊരു ഭാഷ, ലിപിയില്ലാത്ത ഭാഷയിൽ ഒരു സിനിമ എന്നത് സാംസ്കാരിക പ്രവർത്തനമാണ്. ഇതിന്റെ പിന്നണി പ്രവർത്തകർക്കൊക്കെ അഭിനന്ദനങ്ങൾ. ഒപ്പം നല്ല ദിവസം ആശംസിക്കുന്നത് സാരംഗിരും.